വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മളെ പ്രോഗ്രാം വരുന്നത് മലപ്പുറത്ത് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ട്രെയിനിന് പോകാൻ വിചാരിച്ചു. പിന്നെ എവിടെ പോയാലും നമുക്കൊരു പരിചയക്കാർ അത് നിർബന്ധമല്ലോ. സോ അമ്മയുടെ നാട്ടുകാരെയും കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ആക്ച്വലി ട്രെയിൻ ബുക്ക് ചെയ്തത്. എൻ്റെ മനസ്സിലെ ട്രെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും മറ്റേ വാരണമായിരം സെറ്റപ്പ് ആയിരുന്നു. ഇതൊന്നും ആയിരുന്നില്ല എൻ്റെ മനസ്സിൽ. എൻ്റെ കൂടെ കട്ടക്ക കൗതുകത്തിൻ്റെ സപ്പോർട്ട് നിന്ന് എൻ്റെ അമ്മയും ആക്ച്വലി പെട്ടിട്ടുണ്ടായിരുന്നു. ബിക്കോസ് നമുക്ക് സീറ്റ് പോലും കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ അടുത്തത് ലേഡീസ് കമ്പാർട്ട്മെൻ്റ് ആയിരുന്നു. പക്ഷേ ഇവൻ എങ്ങനെ ഇതിനകത്ത് വന്ന് പെട്ടു എന്നുള്ളതായിരുന്നു എൻ്റെ സംശയം. പിന്നെ ഒരു കണക്കിന് ബർത്തിൻ്റെ മുകളിലൊക്കെ കയറി ഇരുന്നതിന് ശേഷം നമ്മൾ നേരെ മലപ്പുറത്തെത്തി. തുടക്കത്തിൽ കണ്ട കൗതുകവും ആവേശവും ഒന്നും ഒടുക്കത്തിൽ ഉണ്ടായിരുന്നില്ല ഗൈസ്. അമ്മയൊക്കെ ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നു. ഞാനും ആകെ ചടഞ്ഞു പോയി. ആൻഡ് ഇതാണ് നമ്മളുടെ പ്രോഗ്രാം വരുന്ന സ്ഥലം. ഫാമിലി വെഡ്ഡിങ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു വലിയ ഷോറൂമിൻ്റെ ഫാഷൻ ഷോ ആയിരുന്നു ഇന്നുണ്ടായിരുന്നത്. സോ ആക്ച്വലി അടിപൊളി പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. നല്ല സർവീസൊക്കെ ഉള്ള ആൾക്കാരാട്ടോ. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം കഴിഞ്ഞ് റെസ്റ്റ് എടുത്തതിന് ശേഷം ഡ്രസ്സപ്പ് ചെയ്ത് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ടൈം പോയത് ആക്ച്വലി അറിഞ്ഞില്ല. ബിക്കോസ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് പക്ഷേ ചെറിയ രീതിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ബിക്കോസ് നമ്മൾ ട്രെയിനിന് അധികം ട്രാവൽ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ തിരിച്ചു പോകാൻ ട്രെയിൻ കിട്ടിയാലും എവിടെ കയറി ഇരിക്കണം, ഏതാണ് നമ്മുടെ സീറ്റ്, നമ്മൾ എങ്ങനെ സീറ്റ് തപ്പിയെടുക്കും എന്നുള്ളതൊക്കെ എനിക്കൊരു പേടിയായിരുന്നു. അതുകൊണ്ട് നമ്മുടെ നൗഷവും ടിനമോളെല്ലാം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയറ്റി വിടാൻ വേണ്ടി വന്നിരുന്നിട്ടുണ്ട്. പിന്നെ നൗഷവും ഇവരൊക്കെ വന്നിരുന്ന് ചിരിച്ച് അവസാനം നമുക്കൊക്കെ വയ്യാണ്ടായി. തിരിച്ച് വന്നപ്പോഴത്തേക്ക് എനിക്ക് സീറ്റ് മാറിപ്പോയി ഗൈസ്. ഞാൻ കയറിയത് ഡിസേബിൾഡ് കമ്പാർട്ട്മെൻറ്റിലായിരുന്നു. ഞാൻ എന്നിട്ട് ഇവരുടെയൊക്കെ കൂടെ താഴെ ഇരുന്ന് വരേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു.